ജില്ലയിൽ ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി കോതമംഗലത്ത് ഒളിമ്പിക് ഫോറസ്റ്റ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി കോതമംഗലം ശോഭന പബ്ലിക് സ്കൂളിൽ ഒളിമ്പിക് ഫോറസ്റ്റ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. 2036 ഇന്ത്യ ആതിഥേയത്വം വഹിക്കാൻ പ്രതീക്ഷയോടെയിരിക്കുന്ന ഒളിമ്പിക്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും 2036 വൃക്ഷത്തൈകൾ നടണമെന്ന ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെയും കേരള ഒളിമ്പിക് അസോസിയേഷന്റെയും ആഹ്വാനപ്രകാരമാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കോതമംഗലം ശോഭന പബ്ലിക് സ്കൂൾ ക്യാമ്പസിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ട് കാളിയാർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ടോമിൻ ജെ അറിഞ്ഞാണി ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒളിമ്പിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് ജില്ലയിൽ നടത്തുന്ന വിവിധ പദ്ധതികളെക്കുറിച്ചും പരിപാടികളെക്കുറിച്ചും ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജോയ് പോൾ വിശദീകരിച്ചു. ഭാവി തലമുറയ്ക്ക് ആവശ്യമായ ശുദ്ധവായു ലഭിക്കുന്നതിനും ഭൂമിയുടെ ആവാസ വ്യവസ്ഥ ക്രമീകരിച്ച് പച്ചപ്പ് നിലനിർത്തുന്നതിനും മരങ്ങൾ നട്ടുപിടിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അഷിത റാണി മാത്യു ഒളിമ്പിക് ദിന സന്ദേശത്തിൽ പറഞ്ഞു. ജില്ലയിൽ തുടക്കം കുറിച്ച ഈ ഒളിമ്പിക് ഫോറസ്റ്റ് ക്യാമ്പയിൻ കൂടുതൽ ആളുകളിലേക്ക് പ്രചരിപ്പിക്കേണ്ടതാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ഏറ്റവും കൂടുതൽ എനർജറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്നത് നിങ്ങൾ കുട്ടികളാണ്. ഓടാനും ചാടാനും അല്ലെ ആരാണ് പ്രവർത്തിക്കുന്നത്? നിങ്ങളല്ലേ, കുട്ടികളായിട്ട് നിങ്ങളാണ്. അപ്പൊ നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസും ഇംപ്രൂവ് ചെയ്യണം. ഫിസിക്കൽ ആക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന പറഞ്ഞാൽ എല്ലാ സ്പോർട്സിലും പങ്കെടുക്കണം. സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ലിസ് മരിയ CSN ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ നോയൽ CSN, ആരോമൽ തമ്പി, സജീവൻ G എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. പ്രിൻസിപ്പൽ സിസ്റ്റർ റേച്ചൽ റാണി CSN സ്വാഗതവും സ്നേഹ വിൽഫ്രഡ് നന്ദിയും രേഖപ്പെടുത്തി. ലൈഫ് മലയാളം, കോതമംഗലം.